വെൽക്കം ടു ഓൾ ടു A&T ലോ വേൾഡ്. അതിരിൽ വളരുന്ന മരം അയൽക്കാരന് ഭീഷണിയായി മാറുമ്പോൾ അത്തരമൊരു വിപത്തിൽ നിന്ന് നമുക്കെങ്ങനെ പരിഹാര മാർഗങ്ങൾ തേടാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. മരം ഒരു വരമാണെങ്കിലും തണലേകേണ്ട മരങ്ങൾ ജീവന് തന്നെ ഭീഷണിയായി മാറാറുണ്ട്. സാമൂഹ്യ ജീവിയായ മനുഷ്യർ സ്വന്തം അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരോടുള്ള കടമകളെക്കുറിച്ചും ബോധവാന്മാരാകേണ്ടതാണ്. കാരണം സ്വന്തം ജീവനും സ്വത്തിനും നിയമം സംരക്ഷണം നൽകുമ്പോൾ ഒരു നാണയത്തിൻ്റെ മറുവശം പോലെ ഈ അവകാശങ്ങളോടൊപ്പം ചേർത്ത് വായിക്കേണ്ട റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് നാം മറന്നു പോകരുത്. സ്വന്തം ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ അതിരുകൾ ഭദ്രമാക്കി സ്വസ്ഥമായി ജീവിക്കുവാൻ ശ്രമിക്കുന്ന നാം നമ്മുടെ സംരക്ഷണ ബോധം നമ്മുടെ അതിരിൽ ജീവിക്കുന്ന അയൽക്കാരൻ്റെ അരക്ഷിതാവസ്ഥയ്ക്ക് കാരണമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കാറില്ല. ഇത്തരം വിചിന്തനങ്ങളുടെ അപര്യാപ്തതയിൽ അതിരിൽ വളർന്ന മരങ്ങൾ കാരണം തണലേകേണ്ട മരങ്ങളുടെ സ്ഥാനത്തിലെ വ്യതിയാനം ക്രമീകരിക്കുവാൻ നിസ്സംഗത പുലർത്തുന്നത് മൂലം അകലങ്ങളിലുള്ള സഹോദരനേക്കാളും ഉപകാരമാകേണ്ട അയൽക്കാരൻ അന്യനായി മാറുക മാത്രമല്ല, അതിരിൽ ഉപദ്രവമായി വളരുന്ന മരത്തോടൊപ്പം പകയും വളർന്ന് സൗഹൃദങ്ങളിൽ വിള്ളലുകൾ വീഴുകയും ഇത്തരം വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം കാരണം അവരൻ്റെ ജീവനും സ്വത്തിനും ഭീഷണിയായും മാറാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ സങ്കീർണമായി അസഭ്യ വർഷങ്ങൾക്കും അതുപോലെ തന്നെ വിവിധതരം കോടതി കേസുകൾക്കും വഴിതെളിക്കാറുണ്ട്. ഇവിടെയാണ് അതിരിൽ ഭീഷണിയായി വളരുന്ന മരം നീക്കം ചെയ്യുന്നതിനായി പലപ്പോഴും നാം നിയമത്തിൻ്റെ പോംവഴി തേടുന്നത്. അതിരിൽ വളരുന്ന ഒരു മരം അയൽവാസിക്ക് വിനയാവാതെ നോക്കേണ്ടത് ആ വൃക്ഷത്തിൻ്റെ ഉടമസ്ഥൻ്റെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. എന്നാൽ അയൽപക്കത്തെ ഒരു വൃക്ഷം നമ്മുടെ പറമ്പിലേക്ക് ഉപദ്രവമാകുന്ന രീതിയിൽ നിൽക്കുകയും ആ മരമോ ആയതിൻ്റെ ശിഖരങ്ങളോ അല്ലെങ്കിൽ ആയതിൻ്റെ ഫലങ്ങളോ നമുക്ക് നമ്മുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുകയോ അല്ലെങ്കിൽ ഗതാഗതം തടസ്സപ്പെടുത്തുകയോ കുടിവെള്ളം മലിനപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നിയമം നമ്മുടെ സംരക്ഷണത്തിന് എത്തുന്നുണ്ട് എന്ന് നാം മറക്കരുത്. നിയമം നൽകുന്ന പോംവഴികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. അതിനു മുമ്പായി അതിരിൽ ഒരു മരം നടുമ്പോൾ അതിരിൽ നിന്ന് എത്രത്തോളം അകലം പാലിക്കണം എന്ന് നാം അറിഞ്ഞിരിക്കണം. ഒരു തൈ നടുമ്പോൾ ആ തൈ വളർന്ന് മരമാകുന്നത് മുൻകൂട്ടി കാണുവാനുള്ള വിവേകം ഉണ്ടാകണം. അത്തരം വിചിന്തനം നമുക്ക് മനസ്സിലാക്കി തരുന്ന ന്യായമായ ആ മരത്തിൻ്റെ ശിഖരങ്ങൾ വളർന്ന് പടർന്ന് പന്തലിച്ചാലും അവരൻ്റെ അതിരിലേക്ക് കയറി ബുദ്ധിമുട്ടാകാത്ത അകലം എന്നേ ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൻ്റെ നിഴലിൽ നമുക്ക് പറയാനാവൂ. കാരണം നിയമത്തിൻ്റെ ഏടുകളിൽ ഒരു പ്രത്യേക കണക്ക് പറഞ്ഞു വയ്ക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ഇനി അയൽവാസിയുടെ അതിരിൽ വളരുന്ന മരമോ അല്ലെങ്കിൽ അതിൻ്റെ ശിഖരങ്ങളോ മറ്റോ നമ്മുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന രീതിയിൽ വളർന്നു നിൽക്കുകയോ അനുഭവ സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ നാം എങ്ങനെയാണത് നീക്കം ചെയ്യുവാനായി ശ്രമിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 238, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005, കേരള മുനിസിപ്പാലിറ്റി ആക്ട് സെക്ഷൻ 412 എന്നീ നിയമങ്ങളുടെ പിൻബലത്തോടെ ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന മരങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ശിഖരങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ കായ്കളോ ഒക്കെ മാറ്റിത്തരുവാനായിട്ട് അധികാരികൾ സജ്ജമാണ് എന്ന് നാം അറിയണം. നിയമത്തിൻ്റെ വാദപ്രതിവാദങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപേ സ്നേഹബുദ്ധിയ അയൽവാസിയോട് ഈ ബുദ്ധിമുട്ട് നീക്കം ചെയ്യുവാനായിട്ട് നമുക്ക് ആവശ്യപ്പെടാം. അദ്ദേഹം അത് ചെവിക്കൊള്ളുവാനായി തയ്യാറാകുന്നില്ലെങ്കിൽ നാം താമസിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നമുക്ക് സമീപിക്കാം. എഴുതി തയ്യാറാക്കിയ പരാതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകാം. അതിൽ എതിർകക്ഷിയുടെ പേരും മേൽവിലാസവും രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം. അദ്ദേഹം ആ പരാതി സ്വീകരിച്ചാൽ അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കും. തുടർന്ന് പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇപ്പോഴുള്ള അവസ്ഥയിൽ അത് തുടരുന്നത് അയൽക്കാരൻ്റെ ജീവനോ സ്വത്തിനോ ബുദ്ധിമുട്ടുണ്ടാക്കുകയോ അനുഭവ സ്വാതന്ത്ര്യത്തിന് മങ്ങലേൽപ്പിക്കുകയോ ഗതാഗതം തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ കുടിവെള്ളം മലിനപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അത് നീക്കം ചെയ്യുന്നതിനുള്ള
നടപടികൾ സ്വീകരിക്കുന്നത് ആരംഭിക്കും. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലാണ് നാം താമസിക്കുന്നതെങ്കിൽ ഈ പരാതി നാം നൽകേണ്ടത് മുനിസിപ്പൽ സെക്രട്ടറിക്കാണ്. കോർപ്പറേഷൻ്റെ പരിധിയിലാണെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്കും. ഇത്തരം പരാതികളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വീകരിക്കുന്ന ആ നിലപാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. പഞ്ചായത്ത് രാജ് ആക്ട് സെക്ഷൻ 238 അനുസരിച്ച് പഞ്ചായത്തിലും, കേരള മുനിസിപ്പാലിറ്റി ആക്ട് സെക്ഷൻ 412 അനുസരിച്ച് മുനിസിപ്പാലിറ്റിയിലും, അതുപോലെ തന്നെ കോർപ്പറേഷൻ മേഖലയിലാണെങ്കിൽ കോർപ്പറേഷനിലുമാണ് നാം പരാതി നൽകുന്നത്. ഇപ്രകാരം ലഭിക്കുന്ന പരാതി ശരിയെന്ന് ബോധ്യപ്പെടുകയും അടിയന്തരമായി അയൽവാസിയുടെ അതിരിൽ ശല്യവും ഭീഷണിയുമാകുന്ന മരമോ അല്ലെങ്കിൽ അതിൻ്റെ ശിഖരങ്ങളോ മറ്റോ നീക്കം ചെയ്യുവാൻ ഉത്തരവ് ഇടാവുന്നതുമാണ്. തുടർന്ന് ആ മരത്തിൻ്റെ ഉടമസ്ഥന് നോട്ടീസ് നൽകാവുന്നതും അദ്ദേഹത്തിൻ്റെ ഭാഗം കേൾക്കാവുന്നതുമാണ്. ആ അനുവദിച്ച സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് ഒരു നിശ്ചിതമായ സമയം അനുവദിച്ച് നൽകും. ആ സമയത്തിനുള്ളിൽ അദ്ദേഹം അത് നീക്കം ചെയ്യുവാനായിട്ട് വീഴ്ച വരുത്തിയാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അധികാരികൾക്ക് തന്നെ ആ മരം മുറിച്ചു മാറ്റാവുന്നതും അതിനായിട്ട് ചിലവാകുന്ന തുക റവന്യൂ റിക്കവറി വഴി ആ മരത്തിൻ്റെ ഉടമസ്ഥനിൽ നിന്ന് ഈടാക്കി എടുക്കാവുന്നതുമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ മരം നീക്കം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതിന് മുൻപായി മരം അപകടകരമായ ഒരു അവസ്ഥയിലല്ല എന്ന് അധികാരികളെ ബോധ്യപ്പെടുത്തുവാനും മരത്തിൻ്റെ ഉടമയ്ക്ക് അവസരം ലഭിക്കുന്നതാണ്. മറിച്ച് അടിയന്തരമായി മുറിച്ചു മാറ്റേണ്ട മരമാണെന്ന് അധികാരികൾക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ 24 മണിക്കൂറിനുള്ളിൽ തന്നെ അത് നീക്കം ചെയ്ത കേസുകളും വിരളമല്ല. എന്നാൽ ഇത്തരം പരാതികളിൽ ചിലപ്പോഴെങ്കിലും മെമ്പർമാരുടെയോ രാഷ്ട്രീയക്കാരുടെയോ സ്വാധീനം കൊണ്ടോ മറ്റോ ഉചിതമായ നടപടിയെടുക്കുവാൻ പഞ്ചായത്ത് സെക്രട്ടറി വിമുഖത കാണിച്ചാൽ സിവിൽ കോടതികളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ ബുദ്ധിമുട്ടായി മാറുന്ന കാലതാമസവും ഭാരിച്ച സാമ്പത്തിക ചിലവും പരിഗണിച്ച് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ട്രൈബ്യൂണലിൽ പരാതി നൽകുവാൻ അവസരമുള്ളതാണ്. തിരുവനന്തപുരത്ത് വഞ്ചിയൂർ ആണ് ഈ ട്രൈബ്യൂണൽ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നീടുള്ള ഒരു പരിഹാര മാർഗം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് 2005 അനുസരിച്ചാണ്. കളക്ടർ ചെയർപേഴ്സണായി പ്രവർത്തിച്ച് ഇത്തരം പരാതികളിൽ തീർപ്പ് കൽപ്പിക്കാറുണ്ട്. ഇത്തരം പരാതികളിൽ നടപടികൾ സ്വീകരിക്കുന്നത് RDO ആണ്. ഇപ്രകാരം കളക്ടർക്ക് നൽകുന്ന പരാതികളിൽ മരത്തിൻ്റെ ഉടമയ്ക്ക് നോട്ടീസ് നൽകി 7 ദിവസത്തിനകം വെട്ടിമാറ്റുവാൻ ആവശ്യപ്പെടുന്നതും വെട്ടിമാറ്റുവാൻ വിമുഖത കാട്ടിയാൽ അത് നീക്കം ചെയ്ത് ചെലവായ തുക റവന്യൂ റിക്കവറി വഴി ഈ ഉടമയിൽ നിന്ന് ഈടാക്കിയെടുത്ത് ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുമാണ്. എന്നാൽ ഇപ്രകാരം അയൽവാസിയുടെ അതിരിൽ വളരുന്ന മരം നമ്മുടെ പുരയിടത്തിലേക്ക് വളർന്ന് മരമോ അല്ലെങ്കിൽ അതിൻ്റെ ശിഖരങ്ങളോ മറ്റോ നമ്മുടെ പുരയിടത്തിലേക്ക് വളർന്ന് ഏതെങ്കിലും തരത്തിൽ ജീവനോ അല്ലെങ്കിൽ സ്വത്തിനോ അതുമല്ലെങ്കിൽ നമ്മുടെ ജീവനും സ്വത്തിനുമോ ഭീഷണിയാവുന്ന സാഹചര്യത്തിൽ CRPC 133D അനുസരിച്ച് അല്ലെങ്കിൽ പുതുക്കിയ നിയമമായ BNS ആക്ട് സെക്ഷൻ 313 അനുസരിച്ചും റിമൂവിംഗ് ന്യൂസൻസിനുള്ള ഓർഡർ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിൽ നിന്ന് സമ്പാദിക്കാവുന്നതാണ്. എന്നാൽ ഇത്തരം കേസുകളിൽ അനുഭവ സ്വാതന്ത്ര്യത്തിന് മാത്രം വിഘാതം സൃഷ്ടിക്കുമ്പോൾ അത് നീക്കം ചെയ്യുന്നതിനായി നേരിട്ട ബുദ്ധിമുട്ടിനുള്ള നഷ്ടപരിഹാര തുക ഈടാക്കിയെടുക്കുന്നതിനുമായും നമുക്ക് സിവിൽ കോർട്ടിനെ സമീപിക്കാം. എന്നാൽ നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ അടിയന്തരമായി പരിഹാരത്തിനായി നാം സമീപിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ പ്രശ്നം പരിഹരിക്കുവാൻ സാധിച്ചില്ലെങ്കിൽ റവന്യൂ കോടതികളെ ഇത്തരം മനഃപൂർവമായ തടസ്സം നീക്കം ചെയ്യുന്നതിന് നാം സമീപിക്കുമ്പോൾ ഇത്തരം മരങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ശിഖരങ്ങളോ മറ്റോ നീക്കം ചെയ്യുന്നതിന് നമുക്ക് കണ്ടീഷണൽ ഓർഡർ കിട്ടുമ്പോൾ അത് നടപ്പാക്കിയെടുക്കുന്നതിന് വേണ്ടി, അതായത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ മരത്തിൻ്റെ ഉടമസ്ഥൻ തടസ്സം സൃഷ്ടിക്കുന്നത് പലപ്പോഴും നാം കാണാറുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വസ്തുവിൽ അതിക്രമിച്ച് കയറാതെ നമ്മുടെ വസ്തുവിൽ നിന്നുകൊണ്ട് ആ മരമോ അല്ലെങ്കിൽ അതിൻ്റെ ശിഖരങ്ങളോ മറ്റോ നീക്കം ചെയ്യുവാനായിട്ട് ശ്രമിക്കണം. തടസ്സം നിന്നാൽ അദ്ദേഹത്തിന് അപ്പീലുമായി സെഷൻസ് കോർട്ടിൽ പോകാമെങ്കിലും അടിയന്തരമായിട്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കേണ്ട സാഹചര്യത്തിൽ SHOയുടെ സഹായം തേടാവുന്നതാണ്. തുടർന്നും ഇയാൾ തടസ്സം സൃഷ്ടിച്ചാൽ അയാൾക്കെതിരെ CRPC 188 ഡിസൊബീഡിയൻസ് ടു ആൻ ഓർഡർ എന്ന ക്രിമിനൽ കുറ്റം
ചുമത്താവുന്നതുമാണ്. ഇപ്പോൾ പുതുക്കിയ നിയമമായ BNS ആക്ട് സെക്ഷൻ 223 അനുസരിച്ചാണ് അയാൾക്കെതിരെ ക്രിമിനൽ കുറ്റം രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ കോഗ്നൈസബിളാണ്, ബെയിലബിളാണ്, നോൺ കോമ്പൗണ്ടബിളാണ്. ഇപ്രകാരം നടപടികൾ നിവർത്തിച്ചെടുക്കുന്നതിന് ചിലവാകുന്ന തുക നാം വഹിക്കേണ്ടതും അത് നമുക്ക് എതിർകക്ഷിയിൽ നിന്ന് റവന്യൂ റിക്കവറി വഴി ഈടാക്കിയെടുക്കാവുന്നതുമാണ്. ഇത്തരം കേസുകളിൽ സിവിൽ കോർട്ടിൽ അപ്പീൽ സ്വീകരിക്കുകയില്ല. സെഷൻസ് കോർട്ടിലാണ് അപ്പീലിനായിട്ട് മരത്തിൻ്റെ ഉടമയ്ക്ക് പോകണമെങ്കിൽ ചെല്ലുന്ന അപ്പീൽ സമർപ്പിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് അതിരിൽ വളരുന്ന വിനയായി വളരുന്ന ഒരു മരം നീക്കം ചെയ്യുന്നതിനെക്കുറിച്ച് നിയമപരമായി നാം അറിഞ്ഞിരിക്കേണ്ട പരിഹാര മാർഗങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.